സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജിജുമോൻ സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. ഇന്നും നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ജിജുമോൻ സാറാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ ഒരു പദ്ധതി സുകൃതം എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ, കണ്ണ് ദാനം ചെയ്യുന്ന അല്ലെ, എങ്ങനെ ഈ ഒരു ആശയം മനസ്സിലേക്ക്? അത് 2009 ഞാൻ പുത്തൻകുരിശ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ എറണാകുളം റൂറൽ ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ സെക്രട്ടറി ആയിരുന്നു ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ASI ആയിരുന്നു. ഏജൻസി. അദ്ദേഹം പറവൂരിൽ സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങൾ കൂടിയിട്ട് ആലോചിച്ചിട്ട് മറ്റേ ഒരു വർദ്ധിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ഈ സുഹൃതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നാൽ, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ നമുക്ക് കണ്ണ് ദാനം ചെയ്താൽ അത് ഗുണകരമാവുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥരിൽ അതാണ് ആദ്യം ചിന്തിച്ചത്. അങ്ങനെയാണ്. പിന്നീട് അത് ഞങ്ങൾ ഓഫീസേഴ്സിൻ്റെ ഭാരവാഹികളായതുകൊണ്ട് ഈ SHOമാർ അവരാണ് ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ആദ്യം അറിയുന്ന ആളുകൾ. ബിക്കോസ് ഏത് ഇൻസിഡൻ്റ് ഉണ്ടായി ഡെത്ത് ഉണ്ടാവുമ്പോഴും ആദ്യം പോലീസിനെ വിളിച്ച് അറിയിക്കും, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വേറെ വലിയ സസ്പീഷ്യസോ വലിയ പ്രോബ്ലമാറ്റിക് അല്ലാത്ത ഇഷ്യൂസിൽ നമുക്ക് ആ ഡെത്തിനെ സംബന്ധിച്ച് വലിയ സംശയങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കണ്ണ് കൊടുക്കാമോ എന്ന് അവരുടെ ബന്ധുക്കളോട് നമ്മൾ ആരാഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ iBankൻ്റെ നമ്പർ കൊടുക്കും. അവർ iBankനെ വിളിച്ചിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യും. നമ്പർ ഇപ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സുഹൃതം എന്ന് പറയുന്ന ചെറിയൊരു പേസ് ചെയ്യാവുന്ന ഒരു ചെറിയ പ്ലക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോലീസിൻ്റെ നോട്ടീസ് ബോർഡിലുണ്ടാവും, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അല്ലെങ്കിൽ ഫോണിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ iBankുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്താൽ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ കണ്ണ് ശരീരത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് നമ്മുടെ കണ്ണ് വീണ്ടും ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനമായ കാര്യമാണത്. മരിച്ച മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവാണത്. കാരണം നമ്മളെല്ലാം അതിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, ആ ബ്രോഷറിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്, കണ്ണ് മരണശേഷം മണ്ണിനോ മനുഷ്യനോ എന്നുള്ളതാണ്. അത് മനുഷ്യന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അതൊരു വലിയ ത്യാഗമാണ്. അപ്പോൾ അത് ആക്ച്വലി ഈ ജീവിച്ചിരിക്കുമ്പോൾ അവർ സമ്മതപത്രം കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അവർക്കോട് ചോദിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവരുടെ ബന്ധുക്കളോടാണ് നമ്മൾ ചോദിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ആ ഒരു ഇനീഷ്യേറ്റീവ് അവിടെ നടത്തിയിട്ട് ആ വർഷം പോലീസാണ് ഏറ്റവും കൂടുതൽ കണ്ണ് ദാനം ചെയ്തത്. അതിൻ്റെ അവാർഡ് പോലീസിനാണ് കിട്ടിയത്. അപ്പോൾ അത് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൻ്റെ അതോറിറ്റീസ് അത് അന്ന് പോലീസുകാരെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അയച്ചു അത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് ഇന്നും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പലതായിട്ട് അങ്ങനെ നടത്തുന്നുണ്ട്. ടോട്ടൽ കണക്കിന് പക്ഷേ ഞങ്ങൾ ആ കണ്ണ് വെച്ച ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞിന് വരെ കണ്ണ് വെച്ചിട്ടുണ്ട്. ഒരാളുടെ കണ്ണ് 2 ആൾക്കാണ് വയ്ക്കുന്നത്, ഒരാൾക്കല്ല. ഒരു കണ്ണ് ഒരാൾക്ക് വയ്ക്കുള്ളൂ. അത് എവിടെ നിന്ന് കിട്ടി അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല, അതൊക്കെ ഐഡന്റിറ്റി എന്നും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ആളുകൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് ഒരുപക്ഷെ നമ്മളെ തന്നെ കണ്ടിട്ടുണ്ടാവാം എന്നും വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ശരിക്കും പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ ആവുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലാതെ തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ശരിക്കും. നമ്മുടെ സർവീസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ സർവീസ് ഉള്ളത്. അത് ജനത്തിന് എത്രമാത്രം ഉപകാരം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ആ
അതോറിറ്റിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് നമ്മൾ ആ ഓപ്ഷൻസ് ഉപയോഗിക്കുകയും അതിന് പ്രത്യേക ഒരു എഫർട്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ചെയ്തു പോകും. സാറേ, മറ്റൊരു കാര്യം ഒന്ന് ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ തലങ്ങളിലും ഉള്ളവർ വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. അവരെല്ലാം സർവീസിൽ തുടങ്ങുമ്പോൾ ഈ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സർവീസിലേക്ക് വരുന്നത്. പക്ഷേ പലപ്പോഴും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? പോലീസിൽ നമ്മൾ ജോലി ചെയ്തു വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് കുറച്ച് ഏറെ സംഗതികൾ വരുന്നത്. മറ്റൊന്ന് ഭയം ഒരുപാട് പോലീസിനെ റൂൾ ചെയ്യുന്നുണ്ട്. കാരണം അവരും ഭയപ്പെട്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നത്. എനിക്ക് ദൈവാനുഗ്രഹത്താൽ അത്ര ഭയം അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും മരണം മുന്നിൽ കണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. കാരണം ആദ്യത്തെ 3 വർഷം ഞാൻ തീവ്രവാദികളുണ്ടായിരുന്ന പഞ്ചാബിലായിരുന്നു. എല്ലാ ദിവസവും ഫയറിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതിനേക്കാൾ വലിയൊരു നരകം ഈ ലോകത്ത് വേറെ വരാനില്ലാത്തതുണ്ട്. അതെന്നെ ഒരിക്കലും വേട്ടയാടിയിട്ടോ. പിന്നെ ജനത്തിന് നന്മ ചെയ്യണ ഒരു കാര്യത്തിൽ ഇനി ആര് എന്ത് എതിർത്താലും അത് ചെയ്യാവുന്നതാണ്, ഞാൻ അങ്ങ് ചെയ്യും. അതിനുശേഷം പിന്നീട് ഇന്ന് വരെ ഒരു ദോഷം വന്നിട്ടില്ല. അത് ചെയ്യണമെങ്കിൽ ഒരു ധൈര്യം വേണം. അതിനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും പല ആളുകളും അത് ചെയ്യില്ല. ബിക്കോസ് അത് ചെയ്താൽ പ്രശ്നമാവുമോ എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ അവരെ ഓവർ റൂൾ ചെയ്യും. ആ സാഹചര്യത്തിൽ ഒരു ഇനാക്ഷനാണ് എപ്പോഴും അവരെടുക്കുന്ന ആ കവർ. ചെയ്യാൻ പറ്റാത്തതുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നല്ലപോലെ പഠിച്ചിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൽസ്വഭാവികളാണെന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് പോലീസ് എടുക്കുന്നത്. പിന്നീട് അതിനുശേഷം പല രീതിയിലും കാലട്രിപ്പ് പോകുന്ന ആളുകളുണ്ടാവാം, സാഹചര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ അബദ്ധത്തിലാവാം, ചിലപ്പം ശരിയായി മനസ്സിലാക്കാത്തതുണ്ടാവാം. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പല ഭാഗങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇരുമ്പിനെ ഞെക്കിയാൽ എങ്ങനെയുണ്ടെന്നുള്ളത്, അതേപോലെ പഞ്ഞിക്കടക്കെ ഞെക്കിയാൽ എങ്ങനെയുണ്ടാവും, അത് നമ്മൾ ഏൽക്കുന്നതനുസരിച്ച് സമ്മർദ്ദങ്ങൾ വരുള്ളൂ. നമ്മുടെ ഒരു വിൽ പവർ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നതെന്ന് മനസ്സിലായാൽ ഈ സമ്മർദ്ദപ്പെടുത്തുന്ന ഏരിയകളൊക്കെ അവിടെ നിൽക്കും. പിന്നെ ആരും സമ്മർദ്ദപ്പെടുത്താറില്ല. അങ്ങനെ എനിക്ക് സർവീസിൽ അങ്ങനെ ഒരു സമ്മർദ്ദം തോന്നിയിട്ടില്ല ഒരിക്കലും. അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞ് ചില സമയത്ത് അതൊന്ന് ഒളിക്കാനുള്ള ഒരു കവറായിട്ട് ചിലപ്പോൾ സമ്മർദ്ദം എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. ശരിയായിരിക്കാം, ചില ആളുകൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് നമ്മളിലൂടെ നടക്കില്ല എന്നുള്ളൂ അവരുടെ വിവരം അവർക്കറിയാം. അവരങ്ങനെ സമ്മർദ്ദപ്പെടുത്താൻ നിൽക്കില്ല. നമ്മൾ ചെയ്യുന്നത് നിലവിലുള്ള നിയമത്തിനനുസരിച്ച് നമ്മുടെ മനസാക്ഷിയോട് ചേർന്നുവാണെങ്കിൽ വലിയ തെറ്റില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് മുറുകെ പിടിക്കേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥന് എല്ലാ നല്ല ക്വാളിറ്റിയും വേണം. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയൊക്കെ നിന്നാൽ നമുക്ക് ആ ആർജവത്തോടെ ഇപ്പോൾ സാറിൻ്റെ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഏറ്റവും നല്ലത് മനസ്സിന് നന്മയുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നന്മ ഒരു പ്രധാന ഘടകം. മനസ്സിൻ്റെ അകത്ത് നന്മയുണ്ടെങ്കിൽ അതിലൊരു വെളിച്ചം ഉണ്ടെങ്കിൽ പിന്നെ അതാ പുറത്തേക്ക് വരുള്ളൂ. എന്താണ് നമ്മുടെ അകത്തുള്ളത് അതാ പുറത്ത് വരുന്നത്. നന്മയുണ്ടായാൽ മതി, എല്ലാം കൂടെ വരും. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകും, സാധാരണ ജനങ്ങളും ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പോലീസുകാരിലും ഈ നന്മ എന്ന് പറയുന്ന സത്യം അത് ഹൃദയത്തിലുണ്ടെങ്കിൽ ലോകത്തിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ സമൂഹത്തിൽ ഈ ദൗത്യം നിറവേറാൻ സാധിക്കും. അതിനൊരു തെളിവാണ് അങ്ങ്. യെസ്. പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. സാറേ, മറ്റൊരു കാര്യം, അങ്ങ് സുഹൃതം എന്ന ഒരു സംഘടനയുമായി പ്രവർത്തിക്കുന്നുണ്ട്, കണ്ണ് ദാനം ചെയ്യുന്ന. അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായി ഒന്ന് പറയാമോ? സുഹൃതം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് വില്ലിംഗ് ആയിട്ടുള്ളവരുടെ ഐ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഐ ബാങ്കാണ് ആ കണ്ണുകൾ എടുക്കുക. അതിനുശേഷം അത് ഉചിതമായ ആളുകൾക്ക് അത് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ
ആ ഒരു പ്രോഗ്രാം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് കാരി ഫോർവേഡ് ചെയ്യുന്നത്. ഉവ്വ. അത് മറ്റു പല ഏജൻസികളും ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതെ, നമ്മൾ പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും അവരോട് ചേർന്ന് നിന്ന് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലെല്ലാം അത് നടത്തിയിട്ടുണ്ട്. ഞാൻ കാഞ്ഞിരപ്പള്ളി DYSP ആയിരുന്നു, അവിടെ ഈ സംഭവം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവസരം കിട്ടിയാൽ അവർ ഐ ബാങ്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൽ ആ സംഗതി നമ്മൾ ഏറ്റവും കോൺസ്പിക്യൂസ് ആയ പ്ലേസിൽ ഒട്ടിച്ചു വെക്കും. അതിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളും ആ ഐ ബാങ്കിൻ്റെ ഫോൺ നമ്പറും ഉള്ളത്. അപ്പോൾ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ആളുകളെല്ലാം പെട്ടെന്നൊന്നും മടിക്കുകയെന്ന് വെച്ചാൽ കണ്ണ് കൊടുക്കുകയാണല്ലോ. അത് മരിച്ചുപോയ ഒരാൾ കണ്ണ് കൊടുത്താൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണ്ണുണ്ടാവുമോ എന്നൊരു സംശയം പല ആളുകൾക്കുണ്ട്. ചില പ്രത്യേക മതവിഭാഗക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് കണ്ണില്ലാതെ അവിടെ ചെന്നാൽ. അപ്പം ഞാൻ അവരോട് സിമ്പിളായിട്ട് പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ കണ്ണ് കൊടുത്താൽ ഈ എന്തെങ്കിലും നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ കണ്ണ് ഉറപ്പായിട്ടുണ്ടോ. കാരണം ദാനം ചെയ്യുന്ന സംഗതികളാണല്ലോ സംഗതി ഈ ലോകത്തിന് പ്രയോജനപ്രദമായിട്ടുള്ളത്. അതെ, അല്ലെങ്കിൽ അത് മണ്ണായി പോകുന്നൊരു കാര്യം. ഏകദേശം ഇപ്പോൾ എത്ര പേർക്ക് ഈ കണ്ണ് ദാനം ചെയ്യാൻ പറ്റുന്നുണ്ട് ഓർക്കുന്നു? ശരിക്കും അതിൻ്റെ ആ ഒരു ഞങ്ങൾ ആ ഇനീഷ്യലായിട്ട് ആ കണക്കെടുത്തതല്ലാതെ പിന്നീട് ഒരിക്കലും അതിൻ്റെ കണക്കിൻ്റെ പുറകെ ഞങ്ങൾ പോയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ 50 ആയിരിക്കാം, ചില സമയത്ത് അത് തുടരുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു വില്ലിങ്നെസ്സിനെ മാത്രമാണ് സംഗതി പ്രൊമോട്ട് ചെയ്തു പോകുന്നത്. മനസ്സിലത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചില ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരാളുടെ ചിലപ്പോൾ ഒരു കണ്ണൊക്കെ മോശമായി പോയിട്ടുണ്ടാവും, മണ്ണൊക്കെ വന്നിട്ട്. പിന്നെ ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ അവർ ആ കണ്ണുകൾ എടുക്കാറില്ല. പക്ഷേ എനി ഏജിലുള്ളവർ കണ്ണ് എടുക്കും എന്നുള്ളതാണ്. പക്ഷെ കണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വില്ലിങ്നെസ് പറഞ്ഞു കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. കാരണം എല്ലാ മനുഷ്യരും മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് ദാനം ചെയ്തു. ആ കണ്ണ് ഗുണപരമാണോ ദോഷമാണോ എന്നുള്ളത് ഐ ബാങ്ക് പരിശോധിച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. അതെ, പക്ഷേ ആ ഒരു വൈകാരികമായിട്ടുള്ള ആ മൈൻഡ് ബ്ലോക്കിൽ നിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രീ ആണ്. ഇന്നും അവരുടെ മനസ്സിൽ നന്മയുണ്ടാവും. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ സുഹൃതം പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ കണ്ണ് ദാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾ ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മളിത് പറയണമെങ്കിൽ ഭയങ്കരമായ ധൈര്യം വേണം. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ മടിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്. അവർ പറഞ്ഞ സാറേ ഇത് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെ തല്ലാൻ വരുമോ എന്നൊരു സംശയം അവരിങ്ങനെ പഠിപ്പിക്കും. ഒരിക്കലും ആ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യം ആ ഒരു പോയിന്റിൽ അത് ആ സമയത്ത് പറയുക എന്നുള്ളത് വളരെ ഒരു ക്രൂഷ്യലായിട്ടൊരു സംഗതിയാണ്. ആ ഒരു ആ ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം ന്യൂട്രലായി, രണ്ട് പാർട്ടി അത് ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, ഞങ്ങൾ ഒന്നിച്ച് ഞാൻ ജോലി ചെയ്യുമ്പോൾ പരിചയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഇതുപോലെ കോതമംഗലത്തിനടുത്തൊരു സ്ഥലത്ത് പിക്നിക്ക് പോയതാണ്. ഒരു ദിവസം രാവിലെ എല്ലാവരും കൂടെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ, സിസ്റ്ററിൻ്റെ കുട്ടികൾ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് അവിടെ വന്നു. ഉച്ചഭക്ഷണത്തിന് അവർ കൈ കഴുകി ഇരിക്കണ സമയത്ത് 2 കുട്ടികൾ അവിടെ കൈ കഴുകാൻ പോയി. അവർ വെള്ളത്തിലിറങ്ങുമായിരുന്നു. ഒരു കുട്ടി പെട്ടെന്ന് വെള്ളത്തിൽ പോയി. ഏകദേശം +2 പ്രായത്തിലുള്ള. അതിനെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത കുട്ടിയും സംഗതി ഇറങ്ങി. 2 പേരും വെള്ളത്തിൽ പോയി മരിച്ചു. ഉച്ചയ്ക്ക് തന്നെ മരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് നല്ല പരിചയമുള്ളവനാണ്. ഓടി എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ പെട്ടെന്ന് തിരഞ്ഞു, സംഗതി ബോഡി കിട്ടി. 2 കുട്ടികളും മരിച്ചുപോയി. അവരുടെ സങ്കടത്തിന് ഒരു പിക്നിക്ക്, രാവിലെ തുടങ്ങിയ ഒരു പിക്നിക്കിൻ്റെ അവസാനം സ്വപ്നത്തിൽ വിചാരിച്ചില്ല, ദുഃഖത്തിലേക്ക് പോയി. അത് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് കരഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ശരി ബാക്കിയുള്ള നടപടികൾക്കെല്ലാം വേണ്ടിയിട്ട് ബോഡി ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചു. പിന്നെ കുടുംബാംഗങ്ങളുടെയൊക്കെ സ്ഥിതി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്നിട്ട് ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം ഇങ്ങനെ ചെയ്താലും നല്ലതായിരുന്നു. ഇനി ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ ചിലപ്പോൾ നമുക്ക് ജീവിപ്പിക്കാൻ പറ്റും, അത് കഴിയുന്നതാണോ എന്ന് ആലോചിക്കാം. അയാൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. എനിക്കൊന്ന് ഇത്തിരി സമയം തരാമെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഇച്ചിരി സമയം തരാമോ? കാരണം 2 കുട്ടികളുണ്ട്, അളിയൻ്റെ കുട്ടിയുണ്ട്. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ശരി അങ്ങനെ പറഞ്ഞവരുണ്ട്. ആ ഒരു ലെവലിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരണമെങ്കിൽ അല്പം സമയം എടുക്കും. സാറ് പറഞ്ഞ പോലെ ആ ഒരു അവരുടെ മാനസികാവസ്ഥയിൽ അവരോട് നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് പോലും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അതെ അതെ, അതുകൊണ്ട് അവരുടെ മക്കളുടെ കണ്ണുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പച്ചയായ ജീവിതത്തെ നേരിൽ കാണുക. ഇതിനോടനുബന്ധമായിട്ട് മറ്റു പദ്ധതികൾ എന്തെങ്കിലും? ഞാൻ ശരിക്കും പോലീസിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം.
ജോലിയെ സ്നേഹിച്ചു, അതെ ഡിപ്പാർട്ട്മെന്റിനെ സ്നേഹിച്ചു, അതെ. സമൂഹത്തെ സ്നേഹിച്ചു അതെ. എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും. അല്ല അതുകൊണ്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ടായി പല കാര്യങ്ങളിലും. ഓ സാർ ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് പറയുമ്പോൾ പോലും സാറിന്റെ കണ്ണുകള് നിറയുന്നു, അല്ലേ, ശബ്ദം ഇടുന്നു. ശരിക്കും നമ്മുടെ പൊതുവേ ഒരു വിചാരം എന്ന് പറയുന്നത് പോലീസുകാർ എന്ന് പറയുമ്പം ക്രൂരന്മാരാണ്, അല്ലേ? അങ്ങനെ ഒരു ധാരണ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. അതൊക്കെ സിനിമയിൽ ഭയങ്കര കർക്കശ സ്വഭാവക്കാരാണ് എന്നുള്ളതൊക്കെ. അതൊക്കെ സിനിമയിലാണ്. തീർച്ചയായിട്ടും സാറിന്റെ കാണുമ്പോൾ ഇപ്പൊ അതാണ് ആ ഒരു മനസ്സിൽ ആ ഒരു നന്മയുള്ളത് കൊണ്ടാണ് നമുക്ക് അത്തരം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ള ചില ഡ്യൂട്ടികളിൽ കൂടെ പോകുന്ന ആളുകളാണ്. കാരണം ഓഡ് ടൈമിലുള്ള ഡ്യൂട്ടികൾ, നൈറ്റിലുള്ള ഡ്യൂട്ടികൾ, അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ എല്ലാ ഉത്സവ സീസണിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡബിൾ ഡ്യൂട്ടി ആയിരിക്കും. ഓണത്തിന് നോക്കിയാൽ അറിയാം, എപ്പോഴും ഒരിക്കലും നമുക്ക് സ്ട്രെങ്ത് തയ്യാറില്ല. എല്ലാ ആളുകളും ആഘോഷമായിട്ട് റോഡിൽ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ അവരെ ഈ ആളുകൾ റോഡിൽ നിൽക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനും നമുക്കാവില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് വീർപ്പും അവരുടെ കുഞ്ഞുങ്ങളും അതുപോലെ ഭാര്യ അങ്ങനെയുള്ളവരൊക്കെ സംഗതി അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സംഗതി നിങ്ങളെന്ത് ഞങ്ങളുടെ പ്രോഗ്രാമിന് വരാത്ത അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്കും ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനും കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ആക്കുന്നതിനും നമ്മൾ പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കിയതിൽ ഒരു സംഗതി ഹൃദ്യം ഈ ജീവിതം സുന്ദരം ഈ കർമ്മം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഓഫ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആയിരുന്നു. അതിന് ഞങ്ങളെ സഹായിച്ചത് ഈ ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് JCI എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഘടനയുണ്ട്, ഒരു ക്ലബ് അല്ലേ? അതെ അതെ. അവർ നല്ല ഭയങ്കരമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അവരുടെ നല്ല എയിമും നല്ല ട്രെയിനേഴ്സും ഒക്കെ അവർക്കുണ്ട്. അതിൽ ഒരുപാട് പേരുടെ പേര് എനിക്ക് പറയാൻ പറ്റും. അവർ ഞങ്ങളുടെ പോലീസിൻ്റെ എല്ലാ ഇതിലുള്ള ആളുകളെയും അവരുടെ ആ ഒരു നല്ല ചാതുര്യം കൊണ്ട് അവരെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിനിങ് പോലീസിൻ്റെ ടിപ്പിക്കൽ ട്രെയിനിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ ട്രെയിനിങ് ഒരു 4, 5, 6 മണിക്കൂറുകൾ ഇരുന്നാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അത് ബോറാവാറില്ല. കാരണം അവർ വളരെ അറ്റൻറ്റീവായിട്ടാണ് ആ ഫുൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1 ഡേ ഒക്കെ ഇതുപോലെ മേലെ ഓഫീസർമാരുടെ അടുത്ത് നിന്ന് അനുവാദം മേടിച്ചിട്ട് ഞങ്ങൾ ആ ടീമിനെ അതനുസരിച്ച് ഇത് ചെയ്യും. അതിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്ന ആ ഒരു ഊർജ്ജം അത് സമൂഹത്തിൽ തിരിച്ചു കിട്ടുമ്പോൾ നല്ല പ്രൊഡക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ആ തരത്തിലൊരു ടീം വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും. അങ്ങനെ ഹൃദ്യമീ ജീവിതം എന്നുള്ളത് കർമ്മം. അപ്പോൾ അതിനെ നമ്മൾ സ്നേഹിക്കാനായിട്ട് അവരെ പഠിപ്പിക്കും. അതൊരു അഭിമാനാർഹമായ സംഗതിയാണ്. അപ്പോൾ കാക്കി എന്ന് പറയുന്ന ആ ഡ്രസ്സ് തന്നെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു സംഗതിയാണ്, പ്രതീകമാണ്. കാര്യം പറഞ്ഞാൽ ആളുകളൊക്കെ കല്ലെറിയുമായിരിക്കാം അല്ലെങ്കിൽ ചീത്ത പറയായിരിക്കാം, പക്ഷേ ഒരാവശ്യം വരുമ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യം പോലീസിനാണ്. ഒരു ആക്സിഡൻ്റ് ആയാലും അവർ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കാക്കിയിട്ടൊരു പോലീസുകാരൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് മനസ്സിനൊരു ആശ്വാസമാണ്. അപ്പോൾ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് നമ്മൾ കണ്ടു, പോലീസുകാരൻ അവിടെ ഉണ്ട്, ആക്റ്റീവായിട്ട് ആൾ കടത്തി വിടുന്നുണ്ടെങ്കിൽ നമുക്കും പ്രതീക്ഷയാണ്. സംഗതി നമ്മുടെ ബ്ലോക്ക് മാറും, അത് അവിടെ ഉണ്ട്. ആരും ഇല്ലെങ്കിലും എല്ലാവരും ഓണടിച്ച് ഒച്ചപ്പാടുണ്ടാക്കി ആകെ ഒരു മൊത്തത്തിലൊരു ക്യാഷ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്നതുപോലെ തന്നെ ഈ ഈവൻ രാത്രിയിലൊരു സംഭവം ഉണ്ടായി, ഒരു ചെറിയ ഒച്ച കേട്ടു, അല്ലെങ്കിൽ സംശയം നമുക്ക് ഒരു കള്ളൻ വന്നിട്ടുണ്ടെന്ന് സംശയം. നമ്മൾ പെട്ടെന്ന് 100 ഫോണിൽ വിളിക്കുന്നു, അല്ലെങ്കിൽ 112 വിളിക്കുന്നു. നമുക്കൊരു പോലീസ് വണ്ടി അതിൽ പോയാൽ നമുക്കൊരാശ്വാസമായി, ഇനി പോലീസ് ഇവിടെ ഉണ്ട്. കള്ളൻ അവിടെ ചിലപ്പോൾ തന്നെ ഇരിപ്പുണ്ടാവും, പതുങ്ങി വലിയ ഇരിപ്പുണ്ടാവും. എന്നിരുന്നാലും വണ്ടി പോയാലും നമുക്കൊരാശ്വാസമായി. അപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് മറ്റേ കാക്കി എന്ന് പറയുന്നത്. ഈവൻ കള്ളന് പോലും പോലീസ് വന്നാൽ ആശ്വാസമാണ് ചില സാഹചര്യങ്ങളിൽ. ഈ നാട്ടുകാരുടെ പിടിയിൽ ചില കള്ളന്മാർ പെട്ടുപോകാറുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ അവർ തോന്നും പോലെ ഇവനെ ഇടിക്കും. അവൻ പ്രാർത്ഥിക്കും എത്രയും വേഗം പോലീസ് വന്നാൽ അവരുടെ ഇടിയാണെങ്കിൽ 2-3 തീരുമാനിക്കും, വന്നവും ഇടിക്കും. അപ്പൊ അവനും ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്, ക്രൈസിസിൽ പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ സാന്നിധ്യമാണ്. അപ്പോൾ ആ രീതിയിൽ പോലീസിനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ലീഡ് ചെയ്താൽ മതിയാവും. സാറിൻ്റെ പോലീസ് ഉദ്യോഗ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതായ എന്തെങ്കിലും ഒരനുഭവം പറയാനുണ്ടോ? മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമാണ് എൻ്റെ പോലീസ് ജീവിതത്തിൽ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എല്ലാം ഈ വയലൻസും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇതിനകത്ത് നിന്നുള്ള നമ്മൾ എടുക്കുന്ന ടേക്ക് അവേ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇപ്പം ഞാൻ ഈ തീവ്രവാദ സംഭവത്തിൽ എനിക്ക് എപ്പോഴും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി AK-47 റൈഫിളായിട്ടാണ് എന്നും ഡ്യൂട്ടിക്ക് പോകുന്നത്.
AK-47. അപ്പോൾ ഈ വെടിവെപ്പ് നടക്കുമ്പോൾ നമ്മൾ അവസാനം എണ്ണി നോക്കും എത്ര പേര് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് വെടി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എൻ്റെ വെടി കൊണ്ട് ആരും മരിക്കാതിരുന്നാൽ നല്ലതായിരുന്നു എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കും. കാരണം നമ്മൾ ഉദ്ദേശിച്ചേക്കണ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ തീവ്രവാദികളെ ഇങ്ങനെ അവരെങ്ങനെ കാണുകയും ചോദ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കി എത്രമാത്രം അവർ നല്ല മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നും ആയിട്ടല്ല, അവരൊരു ഇൻഡോക്ട്രിനേഷന് അടിമപ്പെട്ടു പോയതാണ്. അവർ ആക്ച്വലി പോസിറ്റീവായിട്ട് ഈ രാജ്യത്തിൻ്റെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സൈഡിലോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, ജീവനാണ്. അപ്പോൾ അങ്ങനെ പോകരുതാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന കണക്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ വെടി കൊണ്ട് ആരും മരിച്ചില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിലൊരു ആശ്വാസം. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കും വേണമെന്ന നടക്കും. പക്ഷേ ഒരു ശത്രുവാണേൽ പോലും നമ്മുടെ തോക്കുകൊണ്ട് വെടിവെച്ച് വീഴുമ്പോൾ നമ്മുടെ എന്റെ കൈ കൊണ്ടാ മരണം നടക്കരുത്. ഇതെന്നാന്ന് വെച്ചാലേ ഇതിലൊരു ഭയങ്കര ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല, നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യർ പോലും. നമ്മള് ഇവിടെ ഈ തോക്കെടുത്ത് മുന്നോട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നിൽ നിൽക്കണം സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവനും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും വന്നേക്കുന്നത്. അവന്റെ പിന്നിലുള്ള രക്ഷിക്കാനും ഒരു കോസിനും വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷെ ബൈ ചാൻസ് നമ്മുടെ ഡ്യൂട്ടി ഇതായി പോയി, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അധികാരം ചിന്തിക്കാത്തൊരു കാര്യമല്ലേ. നമ്മള് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് നല്ല നല്ല അറിവുകൾ ഞങ്ങൾക്ക് സാറിൻ്റെ ഇന്ന് കിട്ടി എന്നുള്ളത്. പക്ഷെ എന്താ പറയാ, നമുക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവൻ്റെ സമയപരിമിതി മൂലം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യണം. സോ അടുത്ത ആഴ്ച വീണ്ടും അതിഥിയായി സാറിനെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം.